Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്സ ഓവനൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് നമ്മൾ ബേക്കറികളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ പിസ്സ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ താമസിയാതെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ആദ്യമായിട്ട് നമുക്ക് പെട്ടെന്നൊരു പിസ്സ സോസ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒറിഗാനോ ചേർക്കാം. ഒറിഗാനോ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇതുപോലെ വാങ്ങാൻ കിട്ടും, ഇതുപോലെ ഒരു ബോട്ടിലിൽ. അപ്പോൾ അത് നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് ഈ ടൊമാറ്റോ കെച്ചപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം ഒറിഗാനോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒറിഗാനോയുടെ ആ ഒരു ഫ്ലേവർ വന്നാലാണ് പിസ്സയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ പിസ്സ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് ഒറിഗാനോ. അപ്പോൾ അത് കഴിവതും ഒഴിവാക്കാതെ തന്നെ പിസ്സ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പിലേക്ക് 1.5 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ തന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന ഉണക്കമുളകില്ലേ, വറ്റൽ മുളക്, ഉണക്കമുളക് എന്നൊക്കെ പറയുന്നത്, അതൊന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ചതച്ച മുളക് അത് 1.5 ടീസ്പൂൺ. അപ്പോൾ 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ്, അതിനകത്തേക്ക് 1.5 ടീസ്പൂണോളം ഒറിഗാനോ, 1.5 ടീസ്പൂൺ ഉണക്കമുളക്. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. പൊടിയായിട്ട് അരിയാൻ നോക്കുക. അപ്പം അല്ലെ വലിയ പീസായിട്ട് ഇടാൻ പറ്റില്ല, ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ തട്ടിക്കൂട്ട് പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിസ്സ സോസ് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. എങ്കിലും ഇത് വലിയ കുഴപ്പമൊന്നും തോന്നില്ല, നമുക്ക് ടേസ്റ്റിൽ വലിയ ഡിഫറൻസ് ഒന്നും തോന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിസ്സ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. വളരെ എളുപ്പമാണല്ലോ. ഇപ്പോൾ സോസ് ഉണ്ടാക്കി മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് പിസ്സയുടെ ബേസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബൗൾ എടുക്കുക. അതിനകത്തേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് ചെറു ചൂടുള്ള വെള്ളത്തിലേക്ക് ഈസ്റ്റ് ഇട്ട്, സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ അതിട്ട് 1 ടീസ്പൂൺ തന്നെ മതി, അതിട്ട് കൊടുക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വെക്കുക. ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും അത് നന്നായി പുളിച്ച് കിട്ടും. അപ്പോൾ നമുക്കത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റായിട്ട് തന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ തൊട്ട് 1.5 ടീസ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിൽ കൂടണ്ട. ഞാനിപ്പോൾ 1.5 ടീസ്പൂണാണ് ചേർക്കുന്നത്, 1 ടീസ്പൂൺ ആയാലും മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മാവിന് ആവശ്യമായ ഉപ്പ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടീസ്പൂണോളം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. പിസ്സ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒലിവ് ഓയിലാണ് കൂടുതൽ ടേസ്റ്റ്. അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതല്ലാതെ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്.
ഇനി ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം വെച്ചിട്ട് മാവൊന്ന് കുഴച്ചെടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, വെള്ളത്തിന് ഒത്തിരി ചൂട് കൂടിപ്പോകരുത്, ഒട്ടും ചൂട് കുറഞ്ഞും പോകരുത്. അപ്പോൾ ചെറു ചൂടുള്ള വെള്ളം നോക്കി തന്നെ എടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അതിനകത്ത് ചേർത്തിരിക്കുന്ന ഈസ്റ്റ് ആക്റ്റീവ് ആവുകയുള്ളൂ. മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടണമെങ്കിൽ ചെറു ചൂടുവെള്ളം തന്നെ ചേർക്കണം. അപ്പോൾ ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം ചേർത്ത് നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ കുറച്ച് കുഴച്ച് കഴിയുമ്പോൾ കയ്യിൽ ഒട്ടൽ വരും. അപ്പോഴേക്കും കുറച്ച് എണ്ണ ഓയിൽ, നമ്മൾ ഏത് ഓയിലാണോ എടുക്കുന്നത് അത് കുറച്ച് കയ്യിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ നന്നായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങാനായിട്ട് ഒരു 2 മണിക്കൂറോളം വെക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ബൗളിലേക്ക് ഒരല്പം ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. ഒരു 1-1.5 ടീസ്പൂൺ ഒഴിച്ചാൽ മതിയാവും. കുറച്ച് താഴെ ഒഴിക്കുക, അതുപോലെ തന്നെ മാവിൻ്റെ മുകളിലുമായിട്ട് ഒഴിച്ചിട്ട് ഇത് പൊങ്ങാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ മാവ് പൊങ്ങി വരുമ്പോൾ അതിൻ്റെ ആ ബൗളിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം മാവ് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് അല്പം ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് പൊങ്ങാനായിട്ട് വെക്കണം. ഇത് കൃത്യസമയമൊന്നുമില്ല, 1 തൊട്ട് 2 മണിക്കൂർ വരെ വെക്കാം. നമുക്ക് എപ്പോഴാണോ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരുന്നത് ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ റൂമിൻ്റെ ടെമ്പറേച്ചറൊക്കെ അനുസരിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പൊങ്ങി വരാൻ ഇത്തിരി താമസം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയുള്ള സ്ഥലത്താണെന്നുള്ളതിനനുസരിച്ചിരിക്കും ഇത് പൊങ്ങി വരുന്ന ടൈം. അപ്പോൾ 1 തൊട്ട് 2 മണിക്കൂർ വരെ എങ്കിലും കുറഞ്ഞത് വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതൊന്ന് ഒരു പ്ലാസ്റ്റിക് ട്രാപ്പോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അതില്ലെങ്കിൽ സാധാരണ പ്ലേറ്റ് വെച്ച് അടച്ചാലും മതി. ആ സമയം കൊണ്ട് നമുക്ക് പിസയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിനകത്തേക്ക് മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്. അത് ഇച്ചിരി കളറിന് വേണ്ടി ചേർത്തുന്നേ ഉള്ളൂ. അത് ഇഷ്ടമുണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കാം നമുക്ക്. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം സോയാ സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പീസ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി നമുക്ക് ഈ ചിക്കൻ പീസ് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് തുറന്നിട്ട് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നന്നായിട്ട് നമ്മുടെ കൈ അതിലേക്ക് കുഴിഞ്ഞു പോവും. ആ രീതിയിൽ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതൊന്ന് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് കുഴച്ച് കൊടുക്കാം. വേറെ ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇത്രയും മാവ് വെച്ചിട്ട് നമുക്ക് 2 മീഡിയം സൈസ് പിസ്സ ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇത് പിസ്സ ഉണ്ടാക്കാനുള്ള ഒരു പ്ലേറ്റിലേക്ക് വെച്ച് പരത്തിയെടുക്കാം. ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നിൻ്റെ അടിയിലുള്ള ബേസ് പോർഷനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ പകുതി ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഉരുട്ടി. അതിനകത്തേക്ക് കുറച്ച് പൊടിയും കൂടെ കയ്യിൽ തേച്ചിട്ട് നമുക്കിതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന റോളർ ഉപയോഗിച്ചും പരത്തിയെടുക്കാവുന്നതാണ്. അത് കനം കുറഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ പരത്തിയെടുക്കുക. ഒത്തിരി തിന്നായി പോകരുത്. അപ്പോൾ നമ്മുടെ പിസ്സയുടെ ബേസും അതുപോലെ തന്നെ തിന്നായി പോകും. അപ്പോൾ കുറച്ച് കനത്തിൽ പരത്തിയെടുക്കുക. കൂടുതൽ പൊടി മൈദ അതിൽ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കളയാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് കൈവച്ച് പ്രസ് ചെയ്തും ഒക്കെ ഒന്ന് പരത്തിയെടുക്കുക. കനം കുറച്ച് പരത്തരുത്, അത് മാത്രം ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ ഞാൻ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എല്ലാം സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ഈ പരത്തി എടുത്തിരിക്കുന്ന പിസ്സ ബേസിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ കുഴിച്ചു കൊടുക്കുക. ഒത്തിരി അങ്ങ് പൊങ്ങി വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഫോർക്ക് വെച്ച് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ബേസ് ഒത്തിരി അങ്ങ് പൊങ്ങിപ്പോവില്ല. നമ്മൾ വേവിക്കുമ്പോഴേക്കും അതങ്ങ് ഒത്തിരി പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഹോളിട്ട് കൊടുക്കുന്നത്.
അതിനകത്തേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ആ സൈഡിൽ എഡ്ജിലേക്കൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട, അല്ലെങ്കിൽ അത് പുറത്തേക്ക് അങ്ങ് പോവും. അപ്പോൾ കുറച്ചുള്ളിലായിട്ട് ഒരല്പം സ്പേസ് വിട്ടിട്ട് സോസ് വെച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. ഞാനിവിടെ മൊസറല്ല ചീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതാണ് പിസ്സയ്ക്ക് കൂടുതൽ നല്ലത്. പിന്നെ നമ്മൾ ഇതിൽ എന്തൊക്കെയാണോ വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നത് അതൊക്കെ വെച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് സവോള എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് തക്കാളി വെച്ച് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെ ആ ഉള്ളിലെ കുരുവും ഫ്ലഷും ഒക്കെ കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ കളറിലെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസും ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അഥവാ ചിക്കൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ബാക്കി വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. അതും കൂടെ വയ്ക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനെല്ലാം വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ചീസ് ഒട്ടും കുറഞ്ഞു പോകരുത്. ചീസ് ആവശ്യത്തിന് വെച്ചാൽ മാത്രമേ നമുക്ക് പിസ്സയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത ചീസ് നിറയെ വെച്ച് കൊടുക്കുക. ഞാൻ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ഒലിവും കൂടെ ചേർക്കുന്നുണ്ട്, ബ്ലാക്ക് ഒലിവ്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. കുക്കുംബർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും വെച്ച് കൊടുക്കാം. ഞാൻ കുക്കുംബർ ആഡ് ചെയ്തിട്ടില്ല. അപ്പം ഒലിവ്സ് ഏറ്റവും മുകളിലായിട്ട് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കിയ സമയത്തെടുത്ത ഉണക്കമുളക് ചതച്ചതില്ലേ, ചില്ലി ഫ്ലേക്സ്, അത് കുറച്ച് മുകളിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എരിവ് ഒട്ടും താല്പര്യമില്ലാത്തവരാണ് അത് ചേർക്കണമെന്നില്ല. ഒരു ചെറിയ എരിവും കൂടെ വരുമ്പോഴാണ് ടേസ്റ്റ്, അതുകൊണ്ടാണ് ഇത് നമ്മൾ ഇടുന്നത്. പിന്നെ നമ്മൾ ഒറിഗാനോ നേരത്തെ ഇട്ട് കൊടുത്തില്ല, അത് തന്നെ ഒറിഗാനോ കുറച്ച് മുകളിലും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതും കൂടെ വരുമ്പോഴാണ് കറക്റ്റ് ഇത് പിസ്സ റെഡിയായി വരുന്ന സമയത്തുള്ള ആ ഒരു സ്മെല്ലും ആ ഒരു ഫ്ലേവറും വരണമെങ്കിൽ ഒറിഗാനോ എന്തായാലും ചേർത്തിരിക്കണം. പിന്നെ അവസാനം ആ സൈഡിൽ നമ്മുടെ ആ ബേസിൻ്റെ പോർഷനിൽ കുറച്ച് ഒലിവ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അതും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഴിവുള്ള പാനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പല്ലെങ്കിൽ മണ്ണായാലും മതി. അതിൻ്റെ മേളിലായിട്ട് നമ്മൾ ഒരു സ്റ്റീൽ റാക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റോ 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പിസ്സ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 15-20 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇത് വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ ടൈം കറക്റ്റ് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഒരു സ്ക്യൂർ എന്തെങ്കിലും വെച്ചിട്ട് ആ പിസ്സ ബേസ് ഒന്ന് കുത്തി നോക്കുകയാണെങ്കിൽ അത് വെന്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പാകമായി നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം എടുക്കാം. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എനിക്ക് വേണ്ടി വരുന്നു ഇത് വേകാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും നോക്കുക. അതിൻ്റെ മേളിലെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിരിക്കും. ബേസൊക്കെ നന്നായിട്ട് കുക്കാകുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ ഓവനിലാണ് വെക്കുന്നതെങ്കിൽ 250 ഡിഗ്രിയിൽ വെച്ച് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ അതും ഇതുപോലെ ഇടയ്ക്കൊന്ന് നോക്കി ചെക്ക് ചെയ്ത് കറക്റ്റ് വേവായോ നോക്കിയിട്ട് എടുക്കുക. 250 ഡിഗ്രിയിൽ വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയാണ്. നല്ല നമ്മൾ വാങ്ങിക്കുന്ന അതേപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാകും നമ്മളിത് വീട്ടിൽ ചെയ്തെടുക്കുമ്പോഴേക്കും. നമുക്ക് വീട്ടിലാകുമ്പോൾ ആവശ്യത്തിന് ചിക്കനും എല്ലാം വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല നിറച്ച് സാധനങ്ങളൊക്കെയുള്ള നല്ല പിസ്സ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ റെസിപ്പികളായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.